സാറേ, ഈ ഏറ്റവും ഒടുവിലത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികകാര്യ ഉപദേശക സമിതി പുറത്തുവിട്ട ഒരു ജനസംഖ്യാ കണക്കാണ്. ഒരു അമേരിക്കൻ ഏജൻസിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു അംഗം നമ്മുടെ തമിഴ്നാട് ഗവർണർ R.N. രവിയുടെ മോളാണ്. ഡോക്ടർ രഷിക രവി എന്നെന്താ ഒരു പേര്. എന്തായാലും ഗവൺമെൻറ് ഏജൻസി പുറത്തുവിട്ട കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് BJP തെരഞ്ഞെടുപ്പിൽ പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. അതിനെ പ്രതിപക്ഷം വലിയ തോതിൽ തിരിച്ചടിക്കുന്നു. കാര്യം ഇതാണ്, 1950 തൊട്ട് 2015 വരെയുള്ള 65 കൊല്ലത്തെ ജനസംഖ്യാ കണക്കെടുക്കുമ്പോൾ ഇന്ത്യയിലെ സമുദായം തിരിച്ച കണക്ക് പ്രസിദ്ധീകരിച്ചു ഈ US ഏജൻസി. അതിൽ ഹിന്ദു പോപ്പുലേഷനിൽ ഒരു 7% കുറവ് വന്നിരിക്കുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളുടെയൊക്കെ കണക്ക് അതിൽ പലതിനും വർധനവുണ്ടായി. മുസ്ലിം സമുദായത്തിന് 4% പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും ഏതാണ്ട് 5 പോയിൻറ്റോ വർധനവുണ്ടായിട്ട്, സിഖ് കമ്മ്യൂണിറ്റിക്ക് വർധനവുണ്ടായിട്ടുണ്ട്. വർധനവുണ്ടാവാത്ത കുറവ് വന്നിരിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ 2 എണ്ണത്തിനതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നറിയാം. പത്രവാർത്തകൾ കണ്ടതനുസരിച്ച് പാഴ്സി കമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ ജൈൻ കമ്മ്യൂണിറ്റിയും കുറഞ്ഞിട്ടുണ്ട്. ഇതിനിപ്പോൾ വന്നിരിക്കുന്ന രാഷ്ട്രീയ വിവാദം ഇതാണ്. മുസ്ലിം പോപ്പുലേഷൻ കൂടുന്നു എന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വാദം US ഏജൻസി കൂടി ശരിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക, മുസ്ലിങ്ങളെ സൂക്ഷിക്കുക എന്ന് ധ്വനിപ്പിക്കുന്ന മട്ടിൽ ഈ BJP പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. ഇതിനെ തിരിച്ചടിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കാര്യം, ഗവൺമെൻറ് ഒരു ജനസംഖ്യാ കണക്ക് പുറത്തുവിടുമ്പോൾ 2011 സെൻസസ് നടന്നിട്ടില്ല. പിന്നെ 2015 കണക്ക് എങ്ങനെ ഉദ്ധരിക്കുന്നു? ഇങ്ങനെ ഈ ആഗോള ഏജൻസികളെ NGOമാരുടെയൊക്കെ കണക്കിനെ ഒരു ഗവൺമെൻറ് ഡിപ്പെൻഡ് ചെയ്യാമോ തുടങ്ങിയ ആണ് ഒന്ന്. വേറൊന്ന്, ജനസംഖ്യ കൂടുന്നതും കുറയുന്നതും ഒക്കെയാണോ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. TGയുടെ ഒരു പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ, അങ്ങനെ ആ വാക്കിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഉപയോഗിച്ച് തേഞ്ഞു പോയൊരു വാക്കാണെങ്കിലും TGയെക്കുറിച്ച് അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പറഞ്ഞോളൂ. ഒരു സിവിലൈസേഷണൽ പ്രശ്നമാണ്. ഭാരതം ഒരുപാട് മുറിവേറ്റ ഒരു സിവിലൈസേഷനാണ്, ഒരുപാട് മുറിവുകൾ. അതിൽ പ്രധാനപ്പെട്ട മുറിവുകൾ ഏൽപ്പിച്ചതിൽ പ്രധാനികൾ ഇസ്ലാമായിരുന്നു. ഏകദേശം 1000 വർഷത്തോളം. അത് കഴിഞ്ഞു, ഒക്കെ പഴയത് കഴിഞ്ഞു. അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നെ ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് ഭരണത്തിൽ വന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ഘട്ടം വന്നു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേറൊരു രാജ്യം വേണമെന്ന് പറഞ്ഞു. ഒടുവിൽ അത് സമ്മതിച്ചു. അത് തന്നെ 2 കഷ്ണമായിരുന്നു, ബംഗാളിലും പഞ്ചാബിലുമായിട്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെയും മുസ്ലിങ്ങൾ തൃപ്തരല്ല. 10 കത്തി വാങ്ങി കുത്തി വാങ്ങും. പാകിസ്ഥാൻ പഴയ മുദ്രാവാക്യം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ മുദ്രാവാക്യം. സാറിന് ഓർമ്മയുണ്ടാകും, സ്വാതന്ത്ര്യ ദിനത്തിൽ മലപ്പുറത്ത് കർഫ്യൂ ആയിരുന്നു. 2 കാരണമുണ്ടായിരുന്നു. കാരണം എന്തുമായിരിക്കും, മലപ്പുറം വാസ് എ ട്രബിൾ പ്രോൺ ഏരിയ ഈവൻ അറ്റ് ദാറ്റ് പോയിന്റ്. കറക്റ്റാണ്. ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും പിന്നെ ബാക്കിയുള്ളവർ ഇവിടെ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. തങ്ങളെ ആരോ അടിച്ചമർത്താൻ വരുന്നു എന്ന് ഭാവിക്കുക. ഒരു പെർസിക്യൂഷൻ മാനിയ ക്രിയേറ്റ് ചെയ്യുക. എപ്പോഴും ഇസ്ലാം അപകടത്തിൽ. ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ഇസ്ലാം അപകടത്തിൽ. ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ജീവനാംശം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ 2 ലക്ഷം ആൾക്കാരുടെ റാലിയാണെന്ന് ഷാബാനു കേസിൽ ഡൽഹിയിൽ 85. ആ റാലിയുടെ ഇഫക്റ്റ് കൊണ്ടാണ് രാജീവ് ഗാന്ധി ഈ ഷാബാനു കേസ് ബൈപ്പാസ് ചെയ്യാൻ ആക്ട് കൊണ്ടുവന്നു. ഇതൊക്കെ കാണുന്ന സാധാരണ ഹിന്ദുവിനൊരു പേടി തോന്നും. ഇനി അടുത്ത പാർട്ടീഷനോ, ഇനി എന്താ ഇവർക്ക് വേണ്ടേ, എന്താ ഇവർക്ക് പ്രശ്നം? സാറൊന്ന് സത്യസന്ധമായിട്ട് എന്നോട് പറയുക, ദൂരെ ഒന്നും പോകണ്ട. നമുക്ക് കേരളത്തിൻ്റെ കാര്യം അറിയാമല്ലോ. കേരളത്തിലെ ഒരു സാധാരണ ഹിന്ദുവിന് ഇല്ലാത്ത എന്ത് പ്രയാസമാണ് സാധാരണ മുസ്ലിമിനുള്ളത്? എന്തിനാണ് മുസ്ലിങ്ങൾക്ക് 10-12% PSCയിൽ സംവരണമുണ്ട്? എന്തിനാണ് സാറത്? എന്താണ് മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ഒരു തടസ്സം മുന്നോട്ട് പോകാൻ? ഞാൻ നോക്കിയിട്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു തടസ്സമായിരുന്നു. സർക്കാർ ഉദ്യോഗം പാടില്ല.
അവരത് കറക്റ്റ് ആ ഭരണഘടനയോട് ആഭിമുഖ്യം പുലർത്തുന്ന. അതുകൊണ്ടാണ് ഉന്നത ഉദ്യോഗങ്ങൾ ഒട്ടും പാടില്ല. പ്യൂണോ ക്ലർക്കോ ഒക്കെ ആവുന്നതിൽ വിരോധമില്ല. അത് ചെറിയ അതും പാടില്ലായിരുന്നില്ല തുടക്കത്തിൽ അതും പാടില്ലായിരുന്നു. പിന്നെ ചെറിയ ഉദ്യോഗങ്ങളൊക്കെ ആവാം. വലിയ ഉദ്യോഗമായി കഴിയുമ്പോൾ കോടതി പാടില്ല, ജഡ്ജി ആകാൻ പാടില്ല. പാടില്ല. ഇതൊക്കെ ചെയ്ത് ഇത് നിയന്ത്രിച്ചു വെച്ചതല്ലാതെ മറ്റ് സമുദായങ്ങൾ ഇവരെ അടിച്ചമർത്തി വയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും ചേർന്ന് ഈ പറഞ്ഞ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഒക്കെ ഷെഡ്യൂൾ കാസ്റ്റിനെ അടിച്ചമർത്തുന്നതിൽ നമ്പർ 1 ആയിരുന്നു. തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളാണ് നമ്പർ 1. 2018 പ്രളയത്തിൽ കുട്ടനാട് ഒരേ ദുരിതാശ്വാസ ക്യാമ്പിൽ, ഒരു സ്കൂളാണ് ദുരിതാശ്വാസ ക്യാമ്പ്, പുലയരും ക്രിസ്ത്യാനികൾ പറഞ്ഞു പറ്റില്ല, ഞങ്ങൾ പുലയരുടെ കൂടെ താമസിക്കില്ല എന്ന്. ജി സുധാകരൻ പൊട്ടിത്തെറിച്ചു. അത് എല്ലാ ചാനലിലും വന്നു. കാരണം ഒരു ചാനലുകാരൻ ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം? വർഗീയ പ്രശ്നമല്ലേ? ക്രിസ്ത്യാനികൾ പുലയരുടെ കൂടെ താമസിക്കുന്നു പറഞ്ഞല്ലേ ഇവിടുത്തെ ഈ ക്യാമ്പിലെ പ്രശ്നം? കാരണം പ്രശ്നം തീർക്കാൻ ജി സുധാകരൻ അവിടുത്തുകാരനാണല്ലോ. അദ്ദേഹം വന്നു. ജി സുധാകരൻ പൊട്ടിത്തെറിച്ചു. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്പ്രൊപ്പോർഷനായിട്ട് ഇദ്ദേഹത്തിൻ്റെ പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറി കാണുമ്പോൾ തന്നെ അറിയാം ഈ ചോദ്യം ശരിയായിരുന്നു. പക്ഷേ ഇത് പുറത്തറിയരുതെന്ന് വിചാരിച്ചിട്ടാണ് സുധാകരൻ പൊട്ടിത്തെറിച്ചത്. ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. ഹിസ്റ്റോറിക്കലി ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും എല്ലാവരും ചേർന്ന് സപ്രസ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. അകറ്റി നിർത്തി. ദെയർഫോർ അവർക്കൊരു റിസർവേഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ട്രൂ ഫോർ ഇസ്ലാം. ഇസ്ലാം ഒരു സെൽഫ് ഇമ്പോസ്ഡ് ബാൻ വിദ്യാഭ്യാസത്തിലുണ്ടാക്കി. അതുകൊണ്ട് അവർ കുറച്ച് പുറകോട്ട് പോയി. 1000 കൊല്ലം ഭരിച്ചത് ഇവിടുത്തെ മുസ്ലിം അല്ലെങ്കിലും പുറത്തുനിന്ന് വന്നവരാണെങ്കിലും അവർ മുസ്ലിങ്ങളായിരുന്നു. അവർ മുസ്ലിങ്ങളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ജസിയ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അറംഗസീബ് കൊങ്ങി പിടിച്ചത് ഹിന്ദുക്കളുടെയാണ്. മുസ്ലിങ്ങളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ടിപ്പു സുൽത്താനും മുസ്ലിങ്ങളെ ഉപദ്രവിച്ച ചരിത്രമില്ല. ഹൈദരാലിക്ക് മുസ്ലിങ്ങളെ ഉപദ്രവിച്ച ചരിത്രമില്ല. എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഒന്ന് വെട്ടിക്കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നതല്ലാതെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അവരെ ഉപദ്രവിച്ചിട്ടില്ല. ഫോർ 1000 years you were the rulers of India, but still you say that we are being persecuted. We need this, we need that. And ഇപ്പോൾ അവരുടെ നമ്പറും കൂടെ വർദ്ധിച്ചു വരുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ആശങ്കയുണ്ടല്ലോ, അത് വളരെ വലുതാണ്. കാരണം ഈ സിവിലൈസേഷൻ്റെ മുറിവ് നെഞ്ചിൽ പല ഹിന്ദുക്കളും, ഒരുപക്ഷെ ഭൂരിഭാഗം ഹിന്ദുക്കളും തലമുറയായിട്ട് ഇത് കൊണ്ട് നടക്കും. വെറുതെ ഒരു താരാട്ട് പാടിനുണ്ട്. ഇപ്പോൾ ഗോവയിൽ നിന്ന് പെർസിക്യൂട്ട് ചെയ്യപ്പെട്ട് കേരളത്തിൽ വന്നവരാണ് കൊങ്ങണിമാർ, കമ്മത്ത് ഷെണായി എന്നൊക്കെ പറയുന്ന ആ ഗ്രൂപ്പ്. അവരുടെ ഒരു താരാട്ടമുണ്ട്. ആ താരാട്ടിൽ അമ്മ ഇങ്ങനെ കുഞ്ഞിന് താരാട്ട് പാടുന്നു. ആ പാട്ടിൽ കാക്കേ നീ ഗോവയിൽ പോയിരുന്നോ, മോൻ്റെ അച്ഛനെ കണ്ടിരുന്നോ എന്നാണ് ചോദ്യം. 500 വർഷമായി അവർ ഗോവയിൽ നിന്ന് ഓടി വന്നിട്ട് ഇന്നും ഗോവ മറന്നിട്ടില്ല. ഈ പലായനത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയുടെ നെഞ്ചിലെ രോദനമാണ് ആ താരാട്ട്. കാക്കേ നീ ഗോവയിൽ പോയിരുന്നോ, കുഞ്ഞിൻ്റെ അച്ഛനെ കണ്ടിരുന്നോ എന്നുള്ള ചോദ്യം. പഴയ ഗൗഡ സാരസ്വത അത് തന്നെ ആ ഗ്രൂപ്പ് തന്നെ. സോ ദിസ് ഈസ് കോൾഡ് സിവിലൈസേഷണൽ വൂണ്ട്. ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഇങ്ങനെ മുറിവേറ്റ ഒരു ഹിന്ദു സമാജം ഒടുവിൽ അവർ അടിച്ചും തല്ലിയും. ദേ ഓൾസോ ഹാഡ് ദെയർ ഷെയർ ഓഫ് കൗണ്ടർ അറ്റാക്ക്. റാണ പ്രതാപ് സിംഹൻ, ശിവജി, ഇവർ ബാജിറാവു, പേഷ്വാകൾ തിരിച്ചടിച്ച ആൾക്കാരാണ്, വിജയനഗര സാമ്രാജ്യം, ഇതെല്ലാം. അപ്പോൾ അവർക്ക് അവരുടെ ഷെയർ ഓഫ് ഹീറോസുണ്ട്, അവരുടെ ഷെയർ ഓഫ് സോറോസുണ്ട്. ഇതുള്ളപ്പോഴാണ് മുസ്ലിം സമുദായത്തിലെ കുറേ നേതാക്കന്മാരെങ്കിലും, ഞാൻ സാധാരണ മുസ്ലിങ്ങളെ ഇതിൽ പെടുത്തുന്നില്ല കേട്ടോ. എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട്, വളരെ പാവങ്ങളായ മുസ്ലിങ്ങൾ, ഇപ്പോഴും മുട്ട വിറ്റും കാലിച്ചാക്ക് വിറ്റും കുപ്പി വിറ്റും ഒക്കെ ജീവിക്കുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാർ. അവരൊന്നും ഇതിൽ പെടുന്നില്ല. ബട്ട് അവരെ എല്ലാം നയിക്കുന്ന മുസ്ലിം നേതൃത്വം എപ്പോഴും ഈ ഒരു പെർസിക്യൂഷൻ മാനിയ അവരിലുണ്ടാക്കുന്നു. CAA വന്നു. വിത്തൗട്ട് നോയിങ് ദ ഡീറ്റെയിൽസ് ആദ്യം പ്രചരണം മുസ്ലിങ്ങളെ കപ്പൽ കയറ്റി കടലിൽ കൊണ്ടുപോയി താത്തും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇറക്കി വിടും. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഭയന്ന് കണ്ണ് നിറഞ്ഞ് എന്നോട് ചോദിച്ചു, എന്തിനാ സാർ ഞങ്ങളെയൊക്കെ ഇവിടെ നിന്ന് നാട് കിടത്തുന്നത്, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? ഇറ്റ് ടുക്ക് മീ 20 minutes ടു കൺവിൻസ് ദാറ്റ് മാൻ ഇതൊരു കള്ളപ്രചരണമാണ്, ഇന്നതാണ് ഇതിൻ്റെ കാര്യം.
അല്ലാതെ നീ ഭയക്കുന്ന പോലെ ഒന്നുമില്ല എന്ന്. സിമെൻറ്റ് പണിക്കാരനാണ്, അപ്പം മേത്ത് മുഴുവൻ സിമെൻറ്റും ഒക്കെ ഉണ്ട്. വഴിയിൽ കണ്ടപ്പോൾ ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് അവനറിയാം അൻവറിന്. അപ്പോൾ അൻവർ എന്നെ കണ്ടപ്പോൾ വലിയ ആശ്വാസമായി. പറഞ്ഞു വന്നപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം പറഞ്ഞു വിടുമോ, കപ്പൽ കയറ്റി വിടുമോ ഇത്രയധികം ഇത്രയധികം പേടിപ്പിക്കുന്നു ഈ ഓർഡിനറി മുസ്ലിമിന്. അവൻ വെറുതെ ഹിന്ദുവിനോട് വിദ്വേഷം, ഇവൻ എന്നെ കപ്പൽ കയറ്റി കടത്താൻ പോവാണ്. ഈ വിദ്വേഷത്തിൽ നിന്ന് വോട്ട് കിട്ടും. ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് നിർണായകം. കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടും. കേരളത്തിന് പുറത്തും പല സ്ഥലത്തും ന്യൂനപക്ഷങ്ങൾ ഇതുപോലെ, ന്യൂനപക്ഷം മീൻസ് മുസ്ലിം വോട്ടുകൾ കിട്ടും. ഇതിനു വേണ്ടി രാഷ്ട്രീയക്കാരെ കളിക്കുന്നു. അവർ മനസ്സിലാക്കണമായിരുന്നു ഒരിക്കൽ ഹിന്ദുവിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് BJP ഈസ് ഡൂയിങ്. BJP ഈസ് പ്ലേയിങ് ഹിന്ദു കാർഡ് ബിക്കോസ് ദേ ഫീൽ ദാറ്റ് എനിവേ മറ്റേ കക്ഷി നീ കൊണ്ടുപോയില്ലേ, കൺസോളിഡേറ്റഡ് മുസ്ലിം വോട്ടിൻ്റെ ഉടമസ്ഥൻ നീ ആയിക്കഴിഞ്ഞു. അപ്പോൾ റിമൈനിങ് ആൾക്കാർ പിന്നെ എൻ്റെയാണ്. കൺസോളിഡേറ്റ് ദ ഹിന്ദു ആൻഡ് ദാറ്റ് ഈസ് ദ കാർഡ് വിച്ച് ദേ ആർ പ്ലേയിങ്. നൗ ക്യാൻ യു ബ്ലെയിം ദം? ഇത് ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ഭരണഘടനയിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്ത സംരക്ഷണമാണ്. ആ സംരക്ഷണം അവകാശമായിട്ട് മാറുകയും ആ അവകാശം പദവിയായിട്ട് മാറുകയും, ഇപ്പം ന്യൂനപക്ഷ പദവിയാണ്, കിരീടമൊക്കെ പദവി. എന്താ സാർ ഇത്? ഇതിനൊക്കെ ഒരു അന്ത്യം വേണ്ടേ? എല്ലാവരും നമ്മളെല്ലാം ഒന്നാണെന്ന് പറയുകയും ഞാനൊരല്പം വേറിട്ടാണ്, എനിക്ക് 10% സംവരണമൊക്കെ ഉണ്ട്, നിനക്കതൊന്നുമില്ല എന്ന് പറയുകയും. ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു മുസ്ലിം, പേര് പറയുന്നത് ശരിയല്ല കാരണം അയാൾ ഇപ്പം ഞങ്ങൾ തമ്മിൽ അടുപ്പമില്ല, ബട്ട് സംവെയർ ഹീൽ ബി ഇൻ വെരി ഹൈ പൊസിഷൻ ഐ പ്രസ്യൂം. അയാൾ എന്നോട് പറഞ്ഞു, മോഹൻദാസേ എനിക്കിതിനോട് വലിയ സഹതാപമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താടാ ഇത്? അതെ, ഈ പ്രായത്തിലും എനിക്ക് ഒരു 16 വയസ്സുള്ള പച്ച കരിമ്പ് പോലുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റും, നിനക്കത് പറ്റില്ല. എനിക്ക് സങ്കടമുണ്ട്. സി വെദർ ഐ ആം സെക്ഷുവലി ഓറിയൻറ്റഡ് ഓർ നോട്ട്. സാർ അതിൻ്റെ ആ കുത്താലോചിച്ചു. തീർച്ചയായിട്ടും. ആൻഡ് ഹി വാസ് ലാഫിങ്. അവന് എന്നോട് വിരോധം ഉണ്ടായിട്ടോ ഒന്നുമല്ല, ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ സെറ്റപ്പ് അതിന് പരിഹസിക്കുകയായിരുന്നു എൻ്റെ കൂട്ടുകാരൻ. അവൻ വേറെ കല്യാണമൊന്നും കഴിച്ചില്ല, മനസ്സിലായി. അങ്ങനെ ചെയ്യുന്ന ടൈപ്പും അല്ല. ജെന്റിൽമാൻ, അബ്സല്യൂട്ട്ലി സിവിലൈസ്ഡ് ആളാണ്. പക്ഷേ അവൻ പറഞ്ഞത് സത്യമല്ലേ? വൈ ഈസ് ഇറ്റ് സോ? ഞാനിതെൻ്റെ പല സുഹൃത്തുക്കളോടും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ് മുസ്ലിം ലീഗിലെ ഷാഫി ചാലി. ഇതിനോട് ഞാൻ പറഞ്ഞു, ഷാഫിക്ക് 4 കല്യാണം കഴിക്കാം. ഷാഫി മാന്യനാണ്, ഷാഫി ഒന്നിലധികം കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല. ബട്ട് ദർ ഇസ് എ പെർമിഷൻ വിച്ച് ഐ ഡോണ്ട് ഹാവ്. ഐദർ യു പെർമിറ്റ് മീ ഓർ യു ഓൾസോ ഹാവ് ദിസ് ബാൻ. ഇതല്ലേ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. സോ ഓൾ ദീസ് ഹാവ് ബിക്കം എ സിവിലൈസേഷണൽ വൂൺസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതുകൊണ്ടാണ് ഈ മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ആശങ്കയുണ്ടാകുന്നത്. ആൻഡ് ചുറ്റുപാടും ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനുമില്ല. സി ലുക്ക് ഹൗ ലിബറൽ മുസ്ലിംസ് ആർ. സൗദി അറേബ്യയിൽ ഇല്ല, UAE ഒരു അമ്പലം പണിയാനൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ട്. ബട്ട് ഈസ് ഇറ്റ് ആൻ ഓപ്പൺ ഡെമോക്രസി? അല്ല. ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്നത് തുല്യമല്ല. 57 മുസ്ലിം രാജ്യങ്ങളുണ്ടെന്ന് പറയുന്നു, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഈ 57ലും മറ്റുള്ളവർ തുല്യരല്ല, ഇസ്ലാമിന് തുല്യരല്ല. അപ്പോൾ ഇവിടെയും മുസ്ലിം ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ? യു വിൽ ബിക്കം സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ. ഈ മെസ്സേജാണ് ക്രിസ്ത്യൻസിനോ ബേസിക്കലി ഹിന്ദുക്കൾക്ക് കിട്ടുന്ന ഇതാണ്. ആഡഡ് ടു ദാറ്റ് നമ്മൾ കുറച്ചുകൂടെ തീവ്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഭാരതത്തിൽ നിന്ന് ഓടിക്കുന്നു. ഒരു വിദൂര പ്രതീക്ഷയുണ്ട് മുസ്ലിങ്ങൾക്ക്, ഏതെങ്കിലും മുസ്ലിം രാജ്യം നമ്മളെ അഭയാർത്ഥിയായിട്ട് എടുക്കില്ല എന്നുള്ളത് ഒരുത്തനെ അവിടെ കയറ്റില്ല. ബട്ട് നമ്മൾ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട് ചിലരെങ്കിലുമൊക്കെ. അതുകൊണ്ടാണ് സാർ നോക്ക്, പാലസ്തീനിൽ കേരള മുസ്ലിമിൽ ഏത് അമ്മാച്ചനുണ്ടായിട്ടാണ് പാലസ്തീന് വേണ്ടി ഇവിടെ ബലം പിടിച്ചത്? ഒന്നും ഉണ്ടായിട്ടില്ല. പാലസ്തീൻകാർക്ക് കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്നും അറിയില്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെന്നും അറിയില്ല. ഇവിടുന്ന് പാണക്കാട് തങ്ങൾ പാലസ്തീനിൽ പോയി കഴിഞ്ഞാൽ നീ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം അങ്ങേരെ വെടിവെച്ചു പോലും. ഞാൻ ഇസ്ലാമാണെന്ന് പറഞ്ഞു തീരണ്ടേ, അതിനു മുമ്പ് വെടി കഴിയുക. അതാണ് അവിടെ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപരിചിതന്മാരെ കണ്ടാൽ അവരപ്പം തീർത്തുകളെ. എന്നിട്ടും പാലസ്തീന് സിന്ദാബാദ് വിളിക്കാൻ തോന്നുന്നത്
നമ്മുടെ ആളാണ്, നമ്മുടെ മതക്കാരനാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും ഇസ്ലാമിന്. ക്രിസ്ത്യാനികൾക്കും ഒന്നുമില്ല, നമുക്ക് യൂറോപ്പോ അമേരിക്കയോ ആരെങ്കിലും നമ്മളെ സ്വീകരിക്കുമായിരിക്കും. ഒരു എക്സ്ട്രീം കേസ് ഞാൻ പറയുകയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ വൈൽഡ് തിങ്കിങ് ഉണ്ടല്ലോ, ഈ വൈൽഡ് തിങ്കിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ സ്വർണം വാങ്ങുന്നത്. സാറിന് അറിയാമോ എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാം സ്വർണത്തിൻ്റെ പിന്നാലെ ഓടി? സ്വർണ്ണം എങ്ങനെയെങ്കിലും ശേഖരിച്ച് വയ്ക്കാം. ഇൻ എനി ഗിവൺ എമർജൻസി സാറിന് ഏറ്റവും കുറവ് വോളിയത്തിൽ, ഏറ്റവും കുറവ് വെയിറ്റിൽ, ഏറ്റവും കൂടുതൽ കാശ് സംഭരിക്കാവുന്ന സ്വർണ്ണമാണ്. സാറിൻ്റെ കയ്യിലുള്ള ഒരു 50 പവൻ സ്വർണം മാത്രം മടിയിൽ വെച്ചുകൊണ്ട് മുണ്ടും മടക്കി കുത്തി ഭാര്യയുടെ കൈയും പിടിച്ച് സാറിന് ഓടാം. ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഈ സാധനം കൊടുത്താൽ സംഗതി രക്ഷപ്പെട്ട് കിട്ടും. ഇതുകൊണ്ടാണ്, ഈ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് മനുഷ്യൻ സ്വർണം ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നത്. ആ ഇൻസെക്യൂരിറ്റി ഇന്ത്യയിൽ എന്തുകൊണ്ട് കൂടുതലെന്ന് ചോദിച്ചാൽ അതിന് ഫർദർ റിസർച്ച് ചെയ്യേണ്ടതാണ്. ബട്ട് ഇന്ത്യയിലെ ഓരോ കുടുംബവും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പട്ടിണി കിടന്നാണെങ്കിലും ഒരു 5 പവൻ സ്വർണം ഒരു വീട്ടമ്മ വെക്കുന്നു. ഭർത്താവ് പോലും അറിഞ്ഞാൽ ഈ കാലമാണ് ഇതുകൊണ്ട് പോയിട്ട് കള കുടിക്കും. അയാളെപ്പോലും അയാളുടെ ഇടി കൊണ്ടിട്ടും ഈ സ്വർണം സൂക്ഷിക്കുന്നത് ജീവൻ. ഇങ്ങനെ വരുന്ന ഹിന്ദു അവൻ വേറെ ഏത് രാജ്യത്തേക്ക് പോകും? അവനെ എടുക്കാൻ ആരുമില്ല. ഇതെല്ലാം ഈ ഇൻസെക്യൂരിറ്റീസാണ് ഞാൻ പറയുന്നത്. BJP അഡ്രസ്സ് ചെയ്യുന്നതും അതാണ്. യെസ്, തീർച്ചയായും ഞാൻ ഇതിലെ ഒരു എലാബറേഷനിലേക്ക് പോകുന്നേയില്ല. ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിവിധങ്ങളായ തരത്തിൽ ഒരു വാർത്തയെ, ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫിലോസഫിക്കൽ ബേസ് ഈ നാഗരിക മുറിവ് എന്നൊക്കെ പറയാവുന്ന സിവിലൈസേഷണൽ വൂണ്ട് ഉണ്ടല്ലോ, അതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എന്ന് വളരെ സൗമ്യമായി, വളരെ ലളിതമായി, വളരെ മനോഹരമായി, വളരെ കൃത്യമായി നമ്മുടെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിശദീകരണം. ഇത് TGയുടെ മാത്രമായ അല്ലെങ്കിൽ TGയുടെ അതിലൊരു തിരുത്തലുണ്ട്. യെസ്, ഞാൻ സിവിലൈസേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എന്നുള്ള പ്രയോഗം സാറ് ചേർത്താണ്. അടിത്തറ ഈ ഉണ്ടല്ല, അടിത്തറ ഈ ഉണ്ടല്ല. പക്ഷേ അതിൻ്റെ സെൻറ്റിമെൻസും അതിൻ്റെ ക്യാമ്പയിനിൻ്റെ ഇപ്പോൾ നടക്കുന്ന ഈ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഹിന്ദുക്കൾ ഭയക്കണം? അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതറിയട്ടെ സാർ TG. അത് സത്യം പറഞ്ഞാൽ ഇത് ജനങ്ങൾ അറിയട്ടെ എന്ന് വെച്ചാൽ അപരനെ അറിയുക. അപരനെ ഭയക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഈ ക്യാമ്പയിൻ ഇന്ത്യയിലെ ഹിന്ദു മനസ്സിൽ സ്വീകാര്യത കിട്ടുന്നു? ഞാനിത് ചെയ്തതാണ് സാർ. ഞാൻ RSSലൊരു സ്ഥാനമൊന്നും വഹിക്കുന്നില്ല, പക്ഷേ എത്രയോ കാലം 50 വർഷത്തിലേറെയായി ഞാൻ RSSലുണ്ട്. ആ സ്വാധീനം വെച്ചിട്ട് ഞാൻ ഈ ക്രിസ്ത്യൻ ഹിന്ദു സൊസൈറ്റിയെ അറിയുക എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത്. ക്രിസ്ത്യൻ സൊസൈറ്റി, ഞാൻ ഡോക്ടർ ബാബു പോളിനെയാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു, സാർ തിയോളജി എനിക്ക് കേൾക്കണ്ട, യേശു ക്രിസ്തു കുരിശിലേറി അങ്ങനെ ചെയ്തു ഇങ്ങനെ, ഇതൊന്നുമല്ല എൻ്റെ വിഷയം. കേരളത്തിലെ ക്രിസ്ത്യാനികൾ, ആ സൊസൈറ്റി ഉണ്ടല്ലോ, പല RSSകാരും ധരിക്കുന്നത് ഒരൊറ്റ ക്രിസ്ത്യാനിയേ ഉള്ളൂ. കത്തോലിക്കനെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ക്രിസ്ത്യാനി. ഇങ്ങനെ ധരിക്കുന്നവരൊക്കെ ധാരാളമുണ്ട്. സൊസൈറ്റിയെ അറിയില്ല. ഇതുപോലെ മുസ്ലിങ്ങളിൽ ഈ സുന്നി, സലഫി, മുജാഹിദ് ഈ വിഭാഗം ഇല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഒരു മൊണോലിത്തായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയെ മനസ്സിലാക്കുക. തിയോളജി വേണ്ട, ദൈവശാസ്ത്രം എന്നൊക്കെ പറയുന്നത് വേറെയാണ്, അത് വേണ്ട. ഡോക്ടർ ബാബു പോൾ വന്നു. മുസ്ലിങ്ങളെ പറ്റി മനസ്സിലാക്കിക്കാൻ ഞാൻ വിളിച്ചത് വടകരയിലുള്ള അബ്ദുൾ അലി മാഷ്. സാറിന് അറിയാം, ഭാരതീയ യുക്തിവാദ സംഘത്തിൻ്റെ. അപ്പോൾ അലി മാഷ് നിഷ്പക്ഷനായ ഒരു മനുഷ്യനാണ്, ഇതെല്ലാം പഠിച്ചിട്ടുമുണ്ട്. അലി മാഷിന് RSSൻ്റെ സൈക്കോളജി അറിയാം, ഇത് ബാബു പോളിനും അറിയാം. RSSകാരുടെ ചിന്ത പോകുന്നത് എങ്ങനെയാണ്, ആദ്യം ഈ സദസ്സിൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആരോടാണ് ഞാൻ സംസാരിക്കുന്നത്, ഇവർക്കൊരു ധാരണ വേണ്ടേ. അപ്പോൾ ഈ 2 പേർക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ 2 പേരെയും വിളിച്ചു. ഹാഫ് ഡേ ബാബു പോൾ സാറും ഹാഫ് ഡേ അബ്ദുൽ അലിയും സംസാരിച്ചു. ദാറ്റ് വാസ് എ സക്സസ്ഫുൾ പ്രോഗ്രാം. ഒരുപാട് തെറ്റിദ്ധാരണകൾ അതിൽ മാറിക്കിട്ടി. തീർച്ചയായിട്ടും അത് പല RSSകാരും പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, പേടിച്ചു പോയല്ലോ. അതിൻ്റെ ഒരു ഇസ്ലാമിനെ പറ്റി അറിഞ്ഞപ്പോൾ. ശരിയാണ് TG. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഏറ്റവും ആദ്യം പോകേണ്ടത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്കാണ്. എന്തുകൊണ്ട് RSSൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒരു ഹിന്ദു മനസ്സിൻ എങ്ങനെ സ്വാധീനിക്കുന്നു, എന്തുകൊണ്ട് സ്വാധീനിക്കുന്നു എന്നറിയാൻ ആഗ്രഹിക്കുന്ന ആർക്കും, സന്മനസ്സുള്ള ആർക്കും, ഹൃദയം തുറന്നു വെക്കുന്ന ആർക്കും TGയുടെ വാക്കുകൾ ഉപകരിക്കട്ടെ എന്ന അതിലൊരു കാര്യം ഞാൻ പറയാം. ഈ RSSൻ്റെ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നവർ ഇസ്ലാമിലുമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
അവരങ്ങനെ പ്രോമിനൻസിലേക്ക് പ്രോമിനൻ്റാണ് ഫിഗേഴ്സ്. രണ്ടുപേരുടെ പേര് ഞാൻ പറയാൻ തുറന്ന്. ഒന്ന് ഒ അബ്ദുള്ള, മനസ്സിലാക്കുന്നു. ഞാൻ അദ്ദേഹവുമായിട്ട് ഈ ചാനൽ ചർച്ച ചെയ്ത് ഇനി അടികൂടാൻ ബാക്കിയൊന്നുമില്ല. ബട്ട് ഐ ഹാവ് ഒബ്സർവ് വൺ തിങ്, ഹി അണ്ടർസ്റ്റാൻഡ് ദ ഹിന്ദു സൈക്കി മനസ്സിലാക്കുന്ന ഒരാളാണ് ഒ അബ്ദുള്ള. നമ്പർ 2 ഡോക്ടർ ഫസൽ ഗഫൂർ. ഫസൽ ഗഫൂറുമായിട്ടും 1-2 തവണ എനിക്ക് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് എൻ്റെ വിലയിരുത്തലുണ്ടല്ലോ, ആ മനുഷ്യന് ഹിന്ദു മനസ്സ് മനസ്സിലാകുന്നുണ്ട്. വൈ ഹിന്ദു ഈസ് ഷൗട്ടിങ് ലൈക്ക് ദിസ് എന്ന് ഉള്ളിൽ മനസ്സിലാകുന്നുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബഹളം ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളത്. ഇതുപോലെ ഒരുപാട് പേര് മുസ്ലിം ഭാഗത്ത്, പക്ഷേ ഞാൻ ഹിന്ദുക്കൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അപരാധമായിട്ട് മറ്റേ തലക്കെട്ടും താടിയുള്ളവർ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിറങ്ങും. ഇത് പേടിച്ചിട്ട് ഇവർ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. ആ പ്രോസസ്സ് തീർച്ചയായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റെടുക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് TG പോലും പ്രതീക്ഷയോടെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആ അർത്ഥത്തിൽ കാണുന്നത്. ആ ഒരു വളർച്ച മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള TGയുടെ കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് നമ്മൾ സംവാദമായിട്ട് എടുക്കുന്നേ ഇല്ല. TG സംസാരിക്കുന്നു. എനിക്ക് ഈ ഒരു പബ്ലിക്, പ്രത്യേകിച്ച് കേരളത്തിൽ ലിബറൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലക്ക് എനിക്ക് കൂടി അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. TGക്ക് നന്ദി പറയുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.